ഒരു നാൾ തരളമിവനിൽ പടരൂ വനലതികയായി മുറുകെ മതിവരുവോളം സഖി. ഒരു നാൾ തരളമിവനിൽ പടരൂ വനലതികയായി മുറുകെ മതിവരുവോളം സഖി. കോളേജിന്റെ അടുത്ത് ഒരു മരച്ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു ജിതിനും മുരളിയും. അളിയ വാടാ. എങ്ങോട്ട്? ക്ലാസ്സിലോട്ട്? ഓ, ഞാൻ വരും. പക്ഷേ ജിതിൻ വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതെന്താ? നീ അങ്ങോട്ടൊന്ന് നോക്കിക്കേ. അമൽ ജിതിൻ നോക്കുന്ന ഭാഗത്തോട്ട് നോക്കുകയായിരുന്നു. അതേ കോളേജ്, അതേ സ്ഥലം, അതേ ക്ലാസ്. കണ്ട് മതിയായി. ഇതിനൊരു മാറ്റവും ഇല്ലല്ലോ. എടാ, എപ്പോഴെങ്കിലും അവൾ നിന്നെ ഇഷ്ടമാണെന്ന് ഒരു സൂചനയെങ്കിലും തന്നിട്ടുണ്ടോ? എടാ, അവൾക്ക് എന്നെ ഇഷ്ടമൊക്കെ തന്നെയാ. വാ തന്നെ. ഡാ ജിത്തു, ദേ വരുന്നുണ്ട് ആള്. ഹലോ വാസു, ഇങ്ങനെ കണ്ണിച്ചോര ഇല്ലാതെ കാണിക്കല്ലേടി. ഇവിടെ ഒരാൾ എത്ര നേരെ നിന്നെ നോക്കിയിരിക്കുന്നത് എന്നറിയാമോ നിനക്ക്? ഒന്ന് നോക്കിക്കൂടെ നിനക്ക്? ഡാ, മിണ്ടാതിരിക്കേ. ഒന്ന് മിണ്ടാതിരടാ, ഞാൻ ഒന്ന് പറയട്ടെ. ഒന്ന് തിരിഞ്ഞു നോക്കാതെ പോകല്ലേടി. ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടെങ്കിലും പോ. പിന്നെ നോക്കാതെ പോയി. ഡാ അമലെ, നീ ഇതാരെയാടാ നോക്കുന്നേ? വാസുകിയുടെ കൂട്ടുകാരിയെ. അവളെ എന്നൊക്കെ കാണുന്നോ അന്നൊക്കെ എന്റെ ഹൃദയം ഇടിക്കുന്ന സൗണ്ട് വലുതായൊക്കെ കേക്കാടാ. അതെന്താടാ? ആർക്കറിയാം. ജിത്തു വാ, ഇന്നും അവള് നിന്നെ നോക്കിയില്ല. എടാ ജിത്തു, നിനക്കെന്താ വട്ടാണോ അവളുടെ പിറകെ നടക്കാൻ? ഒരിക്കലും നിന്നെ അവൾ നോക്കില്ല. ഈ 3 വർഷം നീ അവളെ നോക്കിയിരിക്കുന്നത് വെറുതെയാ. എടാ, എനിക്ക് വട്ട് തന്നെയാ. അവളോടുള്ള പ്രണയമാണ് എന്നെ ഭ്രാന്തനാക്കുന്നത്. ഒരു നാൾ അവൾ എന്നോട് വന്ന് പറയും എന്നെ അവൾക്ക് ഇഷ്ടമാണെന്ന്. അതിന് അവൾക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ എങ്ങനെയാ അവൾ നിന്നെ വന്ന് ഇഷ്ടമാണെന്ന് പറയുന്നേ? എടാ അമലെ, എന്തുവാടാ നീ പറഞ്ഞേ? സോറിയടാ, അപ്പോഴത്തെ ഫ്ലോയിൽ പറഞ്ഞു പോയതാ. ഇപ്പൊ എന്ത് ചെയ്യാനാ? പാവം അവൻ വിഷമിച്ചാ പോയി. നീ പോടാ വന്നു. ഈ ചിരി ആ ചേട്ടന്റെ മുഖത്ത് നോക്കി ചിരിച്ചിരുന്നെങ്കിൽ ആ ചേട്ടൻ എന്ത് ഹാപ്പി ആവും. നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നേ? നീ നോക്കിക്കോ, ആ ചേട്ടനെ ഏതെങ്കിലും നല്ല പെൺകൊച്ചുങ്ങൾ കൊണ്ടുപോകും. അപ്പൊ നീ ഇങ്ങനെ നോക്കിയിരിക്കണം കേട്ടോ. നിന്റെ നോട്ടം കണ്ടാ തോന്നുമല്ലോ ഞാൻ ആ ചേട്ടനെ അടിച്ചുകൊണ്ട് പോകാൻ പ്ലാൻ ഇടുന്നതെന്ന്. സത്യം പറഞ്ഞാൽ ആ ചേട്ടനെ നിന്നെ നോക്കിയില്ലായിരുന്നെങ്കിൽ ഞാനൊരു ചൂണ്ടയിട്ട് നോക്കിയേനെ. ആ ചേട്ടന്റെ ചിരി കാണാൻ നല്ല രസാ. ഞാൻ വെറുതെ പറഞ്ഞതാ. ഞാൻ ഒന്നും നോക്കുന്നില്ല നിന്റെ ആളെ. പോരെ, അവളുടെ സന്തോഷം കണ്ടോ? അല്ല വാസു, നീ എപ്പോഴാ പറയാൻ പോകുന്നേ? പറയാതെ ഇരിക്കരുത് കേട്ടോ. ജിത്തു സോറിയടാ. ഞാൻ സാരമില്ല. നീ പറഞ്ഞത് ശരിയല്ലേ. അവൾക്ക് സംസാരിക്കാൻ കഴിയില്ല. പക്ഷേ എനിക്ക് അതൊന്നും കുഴപ്പമില്ലടാ. അവളെ എനിക്ക് വേണം. അത്രമേൽ ആഴത്തിൽ ഞാൻ അവളെ പ്രണയിക്കുന്നു. ഒരിക്കലും ഈ ഒരു കുറവിന് വേണ്ടി ഞാൻ അവളെ തള്ളി പറയില്ല. ജിത്തു, നിന്റെ പെണ്ണാണ് തന്നെയാടാ അവള്. നീ സങ്കടപ്പെടാതെ. അവള് വരും നിന്റെ അടുത്തേക്ക് തന്നെ. എടാ, ആളുടെ എല്ലാ കാര്യങ്ങളും സെറ്റല്ലേ?
അതേടാ, എല്ലാ കാര്യവും സെറ്റ് തന്നെയാ. എല്ലാം ഓക്കെ തന്നെയല്ലേ? അവസാനം കോളമാക്കരുത്. എനിക്ക് വയ്യ പ്രിൻസിപ്പാളിന്റെ വായിരിക്കണ കേൾക്കാൻ. ഇല്ലടാ, എല്ലാം ഓക്കെ ഉണ്ട്, നീ പേടിക്കണ്ട. ആ ഓക്കെ. ഹലോ, എക്സ്ക്യൂസ് മീ, ജിതിൻ ചേട്ടാ. ആ ആ ഇതാര്? മഞ്ജുമ കുട്ടിയോ? എവിടെയാ വാസുകി? അവൾ അവിടെ ആ മരച്ചുവട്ടിൽ അവിടെ ഇരിപ്പുണ്ട്. ആ അല്ല, നീ എന്താ ഇവിടെ? അത് പിന്നെ ചേട്ടാ, ഇത് തരാനാ വന്നത്. എന്താ ഇത്, കത്താണോ? കത്തൊന്നുമല്ല, ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ലവ് ലെറ്റർ എന്ന് പറയും. ഡി കുരിപ്പേ, ചാടി ചാടി ഇത് എങ്ങോട്ടാ? അയ്യോ, പൊന്നുമോന്റെ മനസ്സിലിരിപ്പ് കള്ളല്ല. ഇത് വാസുവാ തരാൻ പറഞ്ഞത്. ജിതിൻ ഞെട്ടി. അവൻ ആ കത്ത് പൊട്ടിച്ചു വായിച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ വാസുകിയുടെ അടുത്തേക്ക് ഓടി. അവനെയും കാത്ത് വാസുകി ആ പഴയ ആൽമര ചുവട്ടിൽ നിൽക്കുകയായിരുന്നു. അവൻ അവളുടെ അടുത്തെത്തി. അവളെ കെട്ടിപ്പിടിച്ചു. അവൾ പുഞ്ചിരിച്ചു. മുരളിയും അമലും മഞ്ജുമയും അത് കണ്ട് സന്തോഷത്തോടെ നോക്കി നിന്നു. വാക്കുകളില്ലാതിരുന്നിട്ടും വാസുകിയുടെ മൗനം ജിതിൻ വായിച്ചെടുത്തു. ശബ്ദത്തെയല്ല അവൻ പ്രണയിച്ചത്, അവളുടെ ഹൃദയത്തെയാണ്. പറയാൻ കഴിയാതെ ഒളിച്ചു വച്ചിരുന്ന പ്രണയം ഒടുവിലൊരു കത്തിലൂടെയാണ് അവൾ തുറന്നു പറഞ്ഞിരുന്നത്. ഓരോ അക്ഷരത്തിലും അവളുടെ ആത്മാർത്ഥമായ സ്നേഹമായിരുന്നു ആ കത്തിൽ എഴുതിയിരുന്നത്. മൗനത്തിന് ഒരു ഭാഷയുണ്ടെന്ന് തെളിയിച്ചൊരു പ്രണയമായിരുന്നു ജിതിൻ്റെയും വാസുകിയുടെയും. ചില പ്രണയങ്ങൾ സംസാരിക്കില്ല, പക്ഷേ ജീവിതകാലം മുഴുവൻ ഹൃദയത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കും. ബട്ടർഫ്ലൈസ്, ഇതൊരു കുഞ്ഞു വൺ ഷോട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ഞാൻ ജീക്കു കാക്കാന്നായിരുന്നു പ്ലാൻ ചെയ്തത്. എപ്പോഴും ജീക്കു കാക്കി കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ നെയിം കുക്കാക്കിയത്. ഇഷ്ടപ്പെടുമോ എനിക്കറിയത്തില്ല. ഇഷ്ടമായാൽ ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതൊരു കുഞ്ഞു വൺ ഷോട്ടാണ് കേട്ടോ. ഇനി വരുന്ന ചില വൺ ഷോട്ടുകളിൽ പല ഷിപ്സ് വെച്ചായിരിക്കും ഞാൻ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ ഞാൻ അതേപോലെ തന്നെ അത് വെച്ച് തന്നെ ഒരു സ്റ്റോറി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത സ്റ്റോറി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.